ഇപ്പോൾ ലോക്സഭയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ അവതരണത്തിന് ശേഷം വോട്ടെടുപ്പ് നടക്കുന്നു. അതിലേക്ക് जो डिमांड करे उसी को पर्ची देना। हाँ, उसी को दे रहे हैं। इस सबको बांट रहे हैं? नहीं, उसको नहीं दे रहे। നിർണായകമായ ബിൽ അവതരണമാണ് ഇന്ന് ലോക്സഭയിൽ നടക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് നിയമമന്ത്രി. വലിയ പ്രതിഷേധമാണ് അവിടെ ഉയർന്നത്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ ബിൽ അവതരണത്തെ എതിർക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ബിൽ JPSCയുടെ പരിഗണനയിൽ വിടും എന്ന് നിയമമന്ത്രി പറയുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ, ഭിന്നതകൾ ഒക്കെ ഇന്ത്യ മുന്നണിക്കകത്ത് നിലനിൽക്കുമ്പോൾ പോലും ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി അവരുടെ എതിർപ്പ് രേഖപ്പെടുത്തിയെന്നാണ് നേരത്തെ ശരത് ലാൽ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തത്. ബില്ല് പിൻവലിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉയർത്തിയത്. സഭാ നടപടികളിലേക്ക് ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുകയാണ്. ലോക്സഭയിൽ 149 അംഗങ്ങൾ വിയോജിക്കുന്നുണ്ട്, 220 അംഗങ്ങൾ യോജിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ബില്ലിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് പ്രതിപക്ഷ കക്ഷികൾ. ഭരണഘടനയ്ക്കെതിരാണ് ബിൽ എന്ന പ്രധാന വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. സംസ്ഥാനത്തിൻ്റെ ഫെഡറൽ അധികാരങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം എന്നാണ് കോൺഗ്രസ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതേസമയം TDP അടക്കമുള്ള കക്ഷികൾ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം, ഒറ്റക്കെട്ടായി തന്നെ ആ പ്രതിഷേധം സഭയിൽ രേഖപ്പെടുത്തുവാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. ബിൽ അവതരണത്തിനായാണിപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. ബിൽ അവതരിപ്പിക്കാൻ അനുമതി തേടിയുള്ള വോട്ടെടുപ്പാണ് നടക്കുന്നത്. സഭയിൽ ബിൽ അവതരിപ്പിക്കാൻ നിയമമന്ത്രി എത്തിയെങ്കിലും അവതരിപ്പിക്കാൻ പ്രതിഷേധം കാരണം കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ലോക്സഭയിൽ ബിൽ അവതരണത്തിന് അനുമതി തേടി വോട്ടെടുപ്പ് നടക്കുകയായിരുന്നു. വിയോജിച്ചിരിക്കുന്നത് 149 അംഗങ്ങളാണ്. യോജിച്ചത് 220 അംഗങ്ങൾ. 220 അംഗങ്ങൾ ബിൽ സഭയിൽ അവതരിപ്പിക്കാൻ സമ്മതമാണ് എന്നറിയിച്ച് വോട്ടിട്ടിരിക്കുകയാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ബില്ലാണ്. ഒരു രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ്, അത് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കൂടിയാണ് ഇത്തരത്തിൽ ബിൽ അവതരിപ്പിക്കുന്നത്, ഇങ്ങനെ ഒരു പരിഷ്കാരത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ കക്ഷികൾ ഇതിനെ അതിശക്തമായി വിയോജിക്കുകയാണ്. എന്ത് വില കൊടുത്തും ബില്ലിനെ എതിർക്കുമെന്ന് അവർ തുടക്കം മുതൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഭിന്നതകളൊക്കെ മറന്ന് ഒറ്റക്കെട്ടായി ബില്ലിനെതിരെ നിലകൊള്ളുകയാണ് പ്രതിപക്ഷം.
ശരത്ലാൽ ഡൽഹിയിൽ നിന്നും തുടരുകയാണ്. ശരത്, ഈ ബിൽ അവതരണത്തിനാണ് അവിടെ വോട്ടെടുപ്പ് നടക്കുന്നത് എന്ന് തോന്നുന്നു അല്ലേ? അതല്ലേ, ബില്ല് അവതരിപ്പിച്ച് കഴിഞ്ഞു. ഇതിപ്പോൾ JPSക്ക് വിടണോ വേണ്ട എന്ന കാര്യത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ബില്ല് അവതരിപ്പിക്കുന്നതിനും വോട്ടെടുപ്പ് ആവശ്യമായി വന്നിരുന്നു. പക്ഷേ അത് ബില്ല് അവതരിപ്പിച്ച് കഴിഞ്ഞു. അതിനുശേഷം JPC വേണോ വേണ്ടിയോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്നാൽ JP ഇപ്പോൾ നിലവിൽ സഭയിലുള്ള 360ഓളം പേരാണ് സഭയിലുള്ളത്. അതിലുള്ള വോട്ടെടുപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏതായാലും അതിലെ പല അംഗങ്ങളും തെറ്റായി വോട്ട് ചെയ്തതുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ചില പാകപ്പിഴകൾ ഉള്ളതുകൊണ്ട് വീണ്ടും ബാലറ്റ് പേപ്പറിലേക്ക് ചിലർ ബാലറ്റ് പേപ്പർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. JPCക്ക് വിടണോ എന്ന കാര്യത്തിലുള്ള തീരുമാനം കൂടി ഈ വോട്ടെടുപ്പിൻ്റെ ഭാഗമായി വരുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ലക്ഷ്മി പത്മ, JPCക്ക് വിടണമോ എന്നതുകൂടി ഈ വോട്ടിംഗ് പരിധിയിൽ വരുമെന്നാണ് ശരത്ലാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും സഭയിൽ വോട്ടെടുപ്പ് നടന്നിരിക്കുന്നു. അതിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലാണ് വോട്ട് നടന്നിരിക്കുന്നത്. അത് മാറ്റി ബാലറ്റ് വേണം എന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഏതായാലും വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് 149 അംഗങ്ങൾ സഭയിൽ. ഈ വോട്ടിംഗ് ആണ് നടന്നത്.